ഹായ് ഓൾ. സ്കീംസിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് സ്വാഗതം. സ്കീംസ് ഫോർ സോഷ്യൽ ഡിഫൻസ് ആണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തത് മിത്രം സ്കീം. The Department of Social Justice is the nodal agency for monitoring and implementation of various probation and aftercare programs for probationers, ex-convicts, dependents of prisoners, victims of crime, dependents of crime victims, young offenders and cured mentally ill persons. ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ളവരെ മോണിറ്റർ ചെയ്യുക. അവർക്ക് വേണ്ടിയുള്ള പദ്ധതിയൊക്കെ നടപ്പിലാക്കുന്നതും ആരാണ്? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് തന്നെയാണ്. ഇവിടെ പ്രധാനമായിട്ടും ലക്ഷ്യം വയ്ക്കുന്നത് എന്താണ്? ഒരു കുറ്റത്തെ വെറുക്കുക, കുറ്റവാളിയെ നേർവഴിയിലേക്ക് നടത്തുക. കുറ്റവാളിയെ ചിലപ്പോൾ പ്രായം കുറഞ്ഞ കുറ്റവാളിയായിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തി ചെയ്ത ശിക്ഷയുടെ കാഠിന്യം കുറവാണെങ്കിലൊക്കെ നേർവഴിയിലേക്ക് നടത്താൻ വേണ്ടി പ്രൊബേഷൻ കെയേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ജയിലിൽ നിന്ന് തുറന്നു വിട്ട് കഴിഞ്ഞ് സൊസൈറ്റി പെട്ടെന്ന് അവരെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. സൊസൈറ്റിയിലേക്ക് റീഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ അവർക്ക് സമയമെടുത്തേക്കാം. അപ്പോൾ അതിനിടയിൽ അവരുടെ മാനസികമായിട്ടൊരു പരിവർത്തനത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണിത്. ഇൻ ഓർഡർ ടു മെയിൻ സ്ട്രീം സച്ച് എ ടാർഗറ്റ് പോപ്പുലേഷൻ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ഹാസ് ഫോർമുലേറ്റഡ് എ നോബിൾ ഇനിഷ്യേറ്റീവ് നോൺ എസ് മിത്രം ഫോർ ഇംപാർട്ടിംഗ് ജോബ് സ്കിൽ ട്രെയിനിങ് വിച്ച് വുഡ് എക്യുപ്പ് the socially deviants to earn steady income through self-employment or get better job opportunity. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ജയിലിൽ നിന്ന് തുറന്നു വിടുമ്പോൾ പെട്ടെന്ന് അവർക്ക് ജോലി നൽകാനായിട്ട് എല്ലാവരും സന്നദ്ധരായിരിക്കണം എന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സെൽഫ് എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയുള്ള സ്കിൽസ് ഇമ്പാർട്ട് ചെയ്യുക. അതാണ് മിത്രം സ്കീമിൻ്റെ ലക്ഷ്യം. നെക്സ്റ്റ്, ജീവനം. As part of strengthening the victim support services in the state, Department of Social Justice has started a novel initiative called ജീവനം, which provides financial aid to the dependents as well as crimes of victims. അപ്പോൾ നേരത്തെ പറഞ്ഞ പദ്ധതിയിലും ഇതുണ്ട്. അതായത് ക്രൈംസിൻ്റെ വിക്ടിംസിനും അതുപോലെ വിക്ടിംസിൻ്റെ അവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ജീവിക്കുന്ന ആൾക്കാർക്കും എല്ലാം തന്നെ ഈ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുക. ഈ വിക്ടിം സപ്പോർട്ട് ആണ് ഇവിടെ ലക്ഷ്യം വയ്ക്കുന്നത്. 20,000 രൂപയാണ് വൺ ടൈം അസിസ്റ്റൻസ് ആയിട്ട് കൊടുക്കുന്നത്. ആൻഡ് എമൗണ്ട് ഓഫ് 20,000 വിൽ ബി പ്രൊവൈഡഡ് as one time assistance. The assistance amount would benefit those who were struggling to make a living, including dependents of the victims of crime and those with serious injuries. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർക്ക് കാശ് നൽകി അവരെ സഹായിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. നെക്സ്റ്റ്, തണലിടം പ്രൊബേഷൻ ഹോം. നേരത്തെ നമ്മൾ പറഞ്ഞ് ഒരു നോബിളായിട്ടുള്ളൊരു എയിമിന് വേണ്ടി ഉള്ളൊരു പ്രൊബേഷൻ ഹോമാണ്. ഇടക്കാലത്തേക്ക് അവരെ നേർവഴിയിലേക്ക് നടത്താൻ ഉള്ള ഭവനങ്ങളാണ്. ആസ് പെർ സെക്ഷൻ 20 clause 1 of Kerala Probation of Offenders Rules 1960, it is mandatorily required to operate institutions or homes which ensure a temporary place of residence for those offenders who are eligible for probation, parole, premature release and bail if they do not have a fixed place of abode. അപ്പോൾ ഇവർക്ക് താമസിക്കാനൊരു ഇടമില്ലെങ്കിൽ ഇങ്ങനെ ജയിലിൽ നിന്ന് റിലീസായാലോ പരോളിന് വിട്ടാലോ പ്രൊബേഷൻ നേർവഴിക്ക് നടത്താനുള്ള ഒരു പീരീഡിലൊക്കെ ഇവർക്ക് താമസിക്കാനൊരു ടെമ്പററി സ്ഥലം. വൺസ് ദ പ്രിസണേഴ്സ് ആർ റിലീസ് ഇൻ ടു ദ കമ്മ്യൂണിറ്റി, ദേ ഓഫൻ ഫേസ് മെനി ഹാർഡ്ഷിപ്സ് ആൻഡ് വിൽ ബി സ്റ്റിഗ്മറ്റൈസ്ഡ് ആസ് എൻ എക്സ് ഒഫൻഡർ. Due to this, many family members are not ready to accept them, and it is the major cause of hindrance to successful community reintegration. As a ray of hope of such a target population, Social Justice Department has devised a novel initiative known as തണലിടം പ്രൊബേഷൻ ഹോം. അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ആദ്യത്തെ തണലിടം പ്രൊബേഷൻ ഹോം വാളകമാണ്, കൊല്ലം ഡിസ്ട്രിക്റ്റിലെ. ഓക്കെ. നെക്സ്റ്റ്, നേർവഴി. ടു റീജുവനേറ്റ് ആൻഡ് മോഡേണൈസ് പ്രൊബേഷൻ സിസ്റ്റം ഇൻ കേരള. ഇറ്റ് എയിംസ് ഫോർ ബെറ്റർ ആൻഡ് റെഗുലർ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഒഫൻഡേഴ്സ് എലിജിബിൾ ഫോർ പ്രൊബേഷൻ, ടു അണ്ടർടേക്ക് comprehensive investigation reports to ascertain whether they are amenable to correction or provide necessary psychological treatment when necessary, and to ensure effective supervision to enhance the likelihood that the probationers will be integrated into society. ഇനി അവർ തെറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടോ, അവർക്ക് എന്തെങ്കിലും കൗൺസിലിംഗ് കൊടുത്താൽ അവർ നേർവഴിയിലേക്ക് പോകുമോ എന്നൊക്കെ രീതിയിൽ ഒരു പ്രൊബേഷൻ സിസ്റ്റത്തിനെ തന്നെ ഒന്ന് റീജുവനേറ്റ് ചെയ്യാനുള്ളൊരു പദ്ധതിയാണ് നേർവഴി. നെക്സ്റ്റ്, സ്കീംസ് ഫോർ ട്രാൻസ്ജെൻഡേഴ്സ്. ഓക്കെ. അപ്പോൾ ഇവിടെ ആദ്യം നോക്കേണ്ടത് ഇതിൻ്റെ ഒരു കോംപ്രഹെൻസീവ് സ്കീമുണ്ട്. അതിൻ്റെ പേര് മഴവില്ല് എന്നാണ്, അത് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. യത്നം. ഫോർ transgender aspirants training for competitive examination, the department will provide educational assistance to transgender person who wish to prepare for PSC, UPSC, banking services, RRB, UGC, NET, JRF, CAT, MAT, etc. ഇങ്ങനത്തെ കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരെ സഹായിക്കുക, അവർക്ക് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. യത്നം. ഇങ്ങനത്തെ എക്സാംസിന് വേണ്ടി യത്നിക്കുന്നവർക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ്. നെക്സ്റ്റ്, സാകല്യം. ദ ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് പ്രൊട്ടക്ഷൻ റൈറ്റ്സ് ആക്ട് 2019 mandates the states to ensure quality and inclusiveness of transgender community. Okay, in order to mainstream equality and inclusiveness of the transgender community, അപ്പോൾ അവർക്ക് ഇക്വാളിറ്റി കൊടുക്കുക,
അതുപോലെ സമൂഹത്തിൽ അവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുക. അതിനു വേണ്ടിയാണ് ഇൻ ഓർഡർ ടു മെയിൻ സ്ട്രീം ആൻഡ് അപ്ലിഫ്റ്റ് ദ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ഹാസ് ഫോർമുലേറ്റഡ് എ ന്യൂ കോംപ്രഹെൻസീവ് സ്കീം സാകല്യം for imparting vocational training. Okay, the scheme aims to create employment opportunities for the deprived transgender community. നമുക്കറിയാം അവർക്ക് എഡ്യൂക്കേഷൻ മാത്രമല്ല, പലരും എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ പോലും പലരും അവർക്ക് ജോലി നൽകാൻ മടിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിനുവേണ്ടി അവർക്ക് ജോലി സെൽഫ് എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയോ എന്തിനായാലും അവർക്കൊരു വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ് സാകല്യത്തിൻ്റെ ലക്ഷ്യം. നെക്സ്റ്റ്, കരുതൽ. The transgender persons resort to sex reassignment surgery (SRS) and hormone treatments which help them in their transition to self-identified gender. This surgical transition may include several procedures and is very much complicated. നമുക്കറിയാം എത്രയോ പേര് ആ സർജറിക്ക് ശേഷം ഉള്ള ബുദ്ധിമുട്ടിനെ പറ്റി പറയുന്നുണ്ട്. സർജറി ചെയ്യാനുള്ള കാശില്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. അതുപോലെ സർജറി ചെയ്തതിന് ശേഷം ശരിയാകാതെ ആത്മഹത്യ ചെയ്തവരുണ്ട്. അപ്പം ഇങ്ങനെയുള്ളവർക്ക് സഹായിക്കാൻ വേണ്ടി അവർ എങ്ങനെയാണോ ഐഡൻറ്റിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതേ രീതിയിൽ മാറ്റിയെടുക്കുന്നതിന് ഗവൺമെൻറ്റിൻ്റെ ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് കരുതൽ, അവരെ കരുതാൻ വേണ്ടിയുള്ള പദ്ധതിയാണ്. ഓൾസോ ഡ്യൂ ടു ലാക്ക് ഓഫ് സോഷ്യൽ സപ്പോർട്ട് ദേ ഓഫൺ ഫേസ് അട്രോസിറ്റീസ് and are subjected to crisis which may require immediate medical assistance, treatment, food, shelter, clothing and legal aid. Social Justice Department has introduced a noble initiative known as Karudal. The main objective of the scheme is to cater assistance to such needy transgenders who require immediate support during crisis or facing emergency situation. അപ്പോൾ ഇതാണ് കാര്യം. അതായത് ഇപ്പോൾ സർജറിയുടെ സമയത്ത് അല്ലെങ്കിൽ അല്ലാതെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുന്ന സമയത്ത് സിവിയറായിട്ട് അട്രോസിറ്റി ഫേസ് ചെയ്യുന്ന ആൾക്കാരെ അവരെയൊക്കെ ഹെൽപ്പ് ചെയ്യാനാണ് കരുതൽ പദ്ധതി. നെക്സ്റ്റ്, Varnam. There are several transgender students who are not able to study regular courses in colleges, but instead pursue degree or postgraduate courses via distant education. Due to their deprived financial conditions, they are unable to meet the expenses incurred for payment of registration fee, tuition fee, exam fee and study materials. അപ്പോൾ അവർക്ക് റെഗുലർ ആയിട്ടുള്ള കോഴ്സ് ജോയിൻ ചെയ്ത് കോളേജിൽ പോകാൻ പറ്റാത്തവർ പലരും ഡിസ്റ്റൻ്റ് ആയിട്ട് എഡ്യൂക്കേഷൻ നടത്തുന്നവരായിരിക്കും. ഫോർ സപ്പോർട്ടിങ് സച്ച് സ്റ്റുഡൻസ്, അങ്ങനത്തെ സ്റ്റുഡൻസിന് കാശ് നൽകി അവരുടെ ഫീസിനും കാര്യങ്ങൾക്കൊക്കെ നൽകി സഹായിക്കാൻ വേണ്ടി ലോഞ്ച് ചെയ്തൊരു പദ്ധതിയാണിത്. അപ്പോൾ എങ്ങനെയാണ് നോക്കിക്കുക അതിൻ്റെ സ്കീം. മാക്സിമം എമൗണ്ട് ഓഫ് 24,000 വിൽ ബി പ്രൊവൈഡഡ് ആനുവലി 24,000 രൂപയാണ് കൊടുക്കുന്നത്. ഫോർ സ്റ്റുഡൻസ് പേഴ്സ്യൂയിങ് PG കോഴ്സസ് ദ അസിസ്റ്റൻസ് വിൽ ബി പ്രൊവൈഡഡ് ഫോർ 2 years. ഫോർ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് 3 വർഷത്തേക്ക് ഈ പദ്ധതി പ്രകാരം കാശ് നൽകും. നെക്സ്റ്റ്, സഫലം. Due to lack of proper education and social stigma in the society, transgender community also subjected to severe unemployment. Social Justice Department has rolled out an innovative scheme called Safalam that provides financial assistance to transgender students pursuing degree, diploma level professional courses. This scheme would provide an opening to transgender students who possess high technical and professional competence. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ട്രാൻസ്ജെൻഡേഴ്സിന് എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിലും അത് ലഭ്യമാകാൻ പല തടസ്സങ്ങൾ പലരാലും തടസ്സപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് പ്രൊഫഷണൽ കോഴ്സസ് പഠിക്കുന്ന ട്രാൻസ്ജെൻഡർ സ്റ്റുഡൻസിനെ സഹായിക്കുക എന്നുള്ളതാണ്, ആ മേഖലയിലേക്ക് അവരെ അട്രാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. അതായത് പ്രൊഫഷണൽ ഡിഗ്രി, ഡിപ്ലോമ കോഴ്സസ് ഒക്കെ ചെയ്യുന്നവരെ സഹായിക്കുക എന്നുള്ളതാണ് സഫലത്തിൻ്റെ ലക്ഷ്യം. നെക്സ്റ്റ്, സമന്വയ. ടു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ടു ദ ഇൻവിസിബിൾ ടു മേക്ക് ദം വിസിബിൾ through continuing education, the project Samanyaya is being implemented in connection with the literacy mission. അപ്പോൾ ലിറ്ററസി മിഷൻ അതോറിറ്റിയുമായിട്ട് ചേർന്നിട്ടാണ് സമന്വയ തുടർ വിദ്യാഭ്യാസ പദ്ധതിയാണിത്. ബേസിക് ലിറ്ററസി 4th grade, 8th grade, 5th grade, 15th grade education schemes are being implemented. Education assistance and accommodation for the students are also implemented along with this. അപ്പോൾ അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്, അക്കോമഡേഷനും കൊടുക്കുന്നുണ്ട് സമന്വയ പദ്ധതി പ്രകാരം. ഓക്കെ, നെക്സ്റ്റ് 24/7 ട്രാൻസ്ജെൻഡർ ഹെൽപ്പ് ലൈൻ ആണ്. ഹെൽപ്പ് ലൈൻ നമ്പർ ഇതാണ്. കേരള സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് ലോഞ്ച് ചെയ്ത ഇതാണ്. ഒബ്ജക്റ്റ് ഈസ് ടു പ്രൊവൈഡ് നെസസറി അസിസ്റ്റൻസ് ടു ട്രാൻസ്ജെൻഡേഴ്സ് who are in distress, enlighten them with an idea of their basic rights and also provide counseling and legal assistance. This is one of a kind helpline, will also act as a crisis management center and ensures the service of the community counselors and legal advisors. അപ്പോൾ അവർക്ക് എന്തെങ്കിലും അടിയന്തരം ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാനും കൗൺസിലേഴ്സിനെ ബന്ധപ്പെടാനും ലീഗൽ അഡ്വൈസേഴ്സിനെ ബന്ധപ്പെടാനും എല്ലാം ഈ നമ്പർ വഴി അവർക്ക് സാധിക്കും. ഈ അവസരത്തിൽ നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ട്രാൻസ്ജെൻഡർ പോളിസി നടപ്പിലാക്കിയ സംസ്ഥാനം. അവർക്ക് വേണ്ടി യൂത്ത് ഫെസ്റ്റിവൽസും കാര്യങ്ങളൊക്കെ നടത്തുന്ന സംസ്ഥാനവും കേരളമാണ് എന്ന് ഓർമ്മിക്കുക.
നെക്സ്റ്റ് നൈപുണ്യ സ്കീം ടു പ്രൊവൈഡ് വൊക്കേഷണൽ സ്കിൽ ട്രെയിനിങ് ടു ഫൈൻഡ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഫോർ ട്രാൻസ്ജെൻഡർ സർവേയിൽ. അപ്പോൾ ഒരേ ലക്ഷ്യമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ വേരിയേഷൻ മാത്രമേ ഉള്ളൂ പദ്ധതിയുടെ ഒബ്ജക്റ്റീവ്സിൽ. പല പല പദ്ധതികളുണ്ട്, ശ്രദ്ധിച്ച് കേൾക്കുക. വൊക്കേഷണൽ സ്കില്ല് കൊടുക്കുന്നത് സാകല്യമാണെങ്കിൽ വൊക്കേഷണൽ വൊക്കേഷണൽ ട്രെയിനിങ് ഫോർ സെൽഫ് എംപ്ലോയ്മെൻറ്റിന് വേണ്ടി വീണ്ടും ഒരു നൈപുണ്യ എന്നൊരു പദ്ധതി കൂടെയുണ്ട്. ദിസ് ഈസ് എ സ്കീം ടു പ്രീ അലോക്കേറ്റ് 5 lakh ഈച്ച് ടു ഈ ഡിസ്ട്രിക്ട് സോഷ്യൽ പോളിസി ഓഫീസേഴ്സ് ഫോർ ഫീസ്, അക്കോമഡേഷൻ, ഫുഡ് എക്സ്പെൻസ് ഫോർ ഗെറ്റിംഗ് ഡിസൈറബിൾ വൊക്കേഷണൽ ട്രെയിനിങ് ഫോർ ട്രാൻസ്ജെൻഡേഴ്സ്. അപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിന് സ്കിൽ ട്രെയിനിങ് കൊടുക്കുക, എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയുള്ള സ്കിൽ ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ് നൈപുണ്യ പദ്ധതിയുടെ ലക്ഷ്യം. അടുത്തതായിട്ട് സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ. നമുക്ക് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അതുപോലെ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ഉണ്ട്. നമുക്ക് ഈ മിഷൻ്റെ കീഴിൽ ഒത്തിരി പദ്ധതികൾ നടപ്പിലാകുന്നുണ്ട്. പ്രധാനപ്പെട്ടത് നമുക്ക് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പേരുള്ള പദ്ധതികളാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അല്ലാതെ ഇപ്പം സ്കോളർഷിപ്സ്, പേരില്ലാത്ത സ്കോളർഷിപ്സ് അല്ലെങ്കിൽ ഇൻഷുറൻസ് സ്കീംസ് അതിൽ നിന്ന് അങ്ങനെ ചോദിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് എപ്പോഴും ഏതെങ്കിലും സ്കീമുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്ത് ഓർമ്മിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഈ സോഷ്യൽ സെക്യൂരിറ്റി മിഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ് ശരണ്യ. Sharanya is new self-employment scheme introduced by state government for uplifting most backward and segregated women in the state, namely widows, divorced, deserted spinsters above age of 30, and unwedded mothers of scheduled tribe, differently abled, and wife of bedridden പേഷ്യൻസ്. ഓക്കെ, 30 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്കാണ് ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ അപ് ടു 50,000 ഈസ് ഗിവൺ ഫോർ സ്റ്റാർട്ടിംഗ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് വെഞ്ചേഴ്സ്. അപ്പോൾ സ്വയം തൊഴിൽ എന്തെങ്കിലും പദ്ധതികൾ തുടങ്ങാൻ വേണ്ടി 50,000 രൂപ വരെയുള്ള പലിശരഹിത വായ്പകൾ കൊടുക്കും. ഔട്ട് ഓഫ് വിച്ച് 50% ഈസ് റീഇംബേഴ്സ്ഡ് ആസ് ഗവൺമെൻറ് സബ്സിഡി സബ്ജക്ട് ടു മാക്സിമം ഓഫ് 25,000 ത്രൂ എംപ്ലോയ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പം 50,000 രൂപയാണ് മാക്സിമം എടുക്കാൻ പറ്റുന്നത്. മാക്സിമം 25,000 രൂപ എടുക്കുന്ന ലോൺ അനുസരിച്ച് 50% റീഇംബേഴ്സ്മെൻറ്റ് ഗവൺമെൻറ് തിരിച്ച് സബ്സിഡി ആയിട്ട് നൽകും. റീപേയ്മെൻറ്റ് വിൽ ബി ഇൻ 60 ഈക്വൽ മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ്സ്. അപ്പോൾ എലിജിബിലിറ്റി നോക്കിക്കേ, ഓൾ അൺഎംപ്ലോയിഡ് വിഡോസ്, ഡിവോഴ്സ്ഡ്, ഡെസേർട്ടഡ്, സ്പിൻസ്റ്റേഴ്സ് എബോവ് 30 ഏജ് ആണ്. അൺവെഡഡ് മദേഴ്സ് ഓഫ് ഷെഡ്യൂൾഡ് ട്രൈബിന് ലഭ്യമാണ്. ദ ലൈവ് രജിസ്റ്റർ ഓഫ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചസ് ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 18 to 55 എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് സ്പിൻസ്റ്റേഴ്സ് ആർ എലിജിബിൾ. അതായത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റേർഡ് ആയിട്ടിരിക്കണം. അതാണ് ഒരു ക്രൈറ്റീരിയ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർമ്മിക്കുക. ഓക്കെ, നെക്സ്റ്റ് പ്രത്യാശ സ്കീം. ദിസ് ഈസ് എ സ്കീം വെയർ ഇൻഡിവിജ്വൽസ്, ഓർഗനൈസേഷൻ ഡൊണേറ്റ് 25,000 or its multiple and equivalent amount of 50,000 will be given as marriage finance to a poor girl carrying the mission. അതായത് പ്രത്യാശ സ്കീം എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള 2 പരീക്ഷയ്ക്ക് റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് ഓർമ്മിക്കുക, ഇത് മാരേജിന് വേണ്ടി ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ്. ഓർഗനൈസേഷനോ ഏതെങ്കിലും ഇൻഡിവിജ്വൽസിനോ 25,000 രൂപ കൊടുത്താൽ ഗവൺമെൻറ് അതേ എമൗണ്ട് ഇട്ട്, അതായത് 25,000 രൂപ ഇട്ട് 50,000 ആയിട്ട് എലിജിബിൾ ആയിട്ടുള്ള പെൺകുട്ടികൾക്ക് നൽകും. അതാണ് ലക്ഷ്യം. ദിസ് പ്രോജക്റ്റ് വിൽ ബി ഫണ്ടഡ് ആസ് സൂൺ ആസ് ദ ഡൊണേഷൻ ഇൻ ദിസ് കാറ്റഗറീസ് റിസീവ്ഡ്. നമ്മൾ ഒരു ഡൊണേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ പ്രോജക്റ്റ് ആർക്കെങ്കിലും ബെനിഫിഷ്യറി ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അവർക്ക് ലഭ്യമാകും. ക്രൈറ്റീരിയ നോക്കിക്കേ, ബെനിഫിഷ്യറീസ് ക്യാൻ ബി നോമിനേറ്റഡ് ബൈ ദോസ് ഹു കോൺട്രിബ്യൂട്ടഡ് 25,000 ഓർ ഇറ്റ്സ് മൾട്ടിപ്പിൾസ് ടു ദ സ്കീം. അപ്പോൾ അവർക്ക് തന്നെ നോമിനേറ്റ് ചെയ്യാം. ഓക്കെ, ബെനിഫിഷ്യറി ഷുഡ് ബി അബൌട്ട് 22 ഇയേഴ്സ് ഓഫ് ഏജ്. അപ്പോൾ ഓക്കെ, 22 ഇയേഴ്സിന് ഏജിന് മുകളിലായിരിക്കണം. കാശ് കൊടുക്കുന്നവർക്ക് തന്നെ ബെനിഫിഷ്യറി നോമിനേറ്റ് ചെയ്യാം. ഓക്കെ, applicant must be 22 years of age and unable to marry due to financial hardship. ഇത് കാരണം കല്യാണം കഴിക്കാൻ സാധിക്കാത്ത കുട്ടികൾക്കാണ് കൊടുക്കുന്നത്. Only children from families whose annual family income is less than 60,000 will be considered. ഇവിടെ ഓർമ്മിക്കുക, ഈ എമൗണ്ട് ഒക്കെ തെറ്റിച്ച് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. Apart from the income, socio-economic analysis conducted by the investigating officer will also be considered for passing application. അപ്പോൾ ഈ ക്രൈറ്റീരിയ മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ പോരാ. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അദ്ദേഹം കൂടെ കണ്ടെത്തിയ സാഹചര്യങ്ങൾ ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ ബെനിഫിഷ്യറി ആക്കുകയുള്ളൂ. പ്രിഫറൻസ് ഈസ് ഗിവൻ ടു ചിൽഡ്രൻ ഓഫ് പേരൻസ് ഹു ആർ ബ്ലൈൻഡ്, ഡിസേബിൾഡ്, അതർ ഫിസിക്കലി ചാലഞ്ച്ഡ് ഓർ ടെർമിനലി ഇൽ. അപ്പോൾ ഇങ്ങനത്തെ പേരൻസിൻ്റെ മക്കൾക്കാണെങ്കിൽ പ്രിഫറൻസ് ഉണ്ട്. പ്രിഫറൻസ് വിൽ ബി ഗിവൺ ടു ഗേൾസ് വിത്തൗട്ട് പേരൻസ് ആൻഡ് സിബ്ലിങ്സ് എബവ് 18 ഇയേഴ്സ് ഓഫ് ഏജ്. അപ്പോൾ 18 വയസ്സിന് മുതിർന്ന സിബ്ലിങ്സ് ഇല്ല, അല്ലെങ്കിൽ പേരൻസ് ഇല്ല, അങ്ങനത്തെ കുട്ടികൾക്ക് കുറച്ചുകൂടെ പ്രിഫറൻസ് ഉണ്ട്. നെക്സ്റ്റ്, പ്രിഫറൻസ് ഈസ് ഗിവൺ ടു ഗേൾസ് ഫ്രം ഓൾ ഫീമെയിൽ ഫാമിലീസ്. സ്ത്രീകൾ മാത്രമുള്ള ഫാമിലീസ്, പെൺകുട്ടികൾ മാത്രമുള്ള ഫാമിലി ആണെങ്കിൽ
അവിടെ ഒരു പ്രയോറിറ്റി ഉണ്ട്. 5 or less than 5 cents of land and preference is given to daughters of parents whose house is 600 square feet or less and those who do not own a house. വീടില്ലാത്തവർക്ക് 600 സ്ക്വയർ ഫീറ്റിന് കാൾ ചെറിയ വീടുള്ളവർക്ക് 5 സെൻറ്റോ അല്ല അതിൽ കുറവോ സ്ഥലം ഉള്ളവർക്കൊക്കെ പ്രിഫറൻസ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നുണ്ട്. നോർമലി ദ ആപ്ലിക്കേഷൻ ഷുഡ് ബി റിസീവ്ഡ് 60 days ബിഫോർ ദ വെഡിങ്. അപ്പം 2 മാസം മുമ്പ്, കല്യാണത്തിന് 2 മാസം മുമ്പ് ആപ്ലിക്കേഷൻ കിട്ടണം. ഇൻ കേസ് ഓഫ് എമർജൻസി, എന്തെങ്കിലും അടിയന്തര ഘട്ടമാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ 30 ദിവസത്തിന് മുമ്പ് കിട്ടിയാലും മതി. ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ഈസ് അവൈലബിൾ ഇഫ് റീമാരീഡ് ബട്ട് എലിജിബിൾ അണ്ടർ അതർ ക്രൈറ്റീരിയ. ഓക്കെ, റീമാരീഡ് ആണെങ്കിലും കിട്ടുന്നുണ്ട്, പ്രൊവൈഡഡ് ദാറ്റ് മറ്റ് ക്രൈറ്റീരിയസ് കൂടെ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. നെക്സ്റ്റ്, സ്നേഹസ്പർശം. The percentage of abortion-related hazards and death is high among teenage unwedded mothers. Okay, അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. Taking these facts into consideration, the government has initiated a project named സ്നേഹസ്പർശം, which intends to protect and help unwed mothers. Okay, വിവാഹം കഴിക്കാതെ അമ്മമാരായ സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ആസ് പാർട്ട് ഓഫ് ദിസ് പ്രോജക്റ്റ് ഗവൺമെൻറ് ഈസ് ഗിവിങ് 1000 രൂപയാണ് പെർ മന്ത് കൊടുക്കുന്നുണ്ട്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ്? ബെനിഫിഷ്യറീസ് ഷുഡ് ബി അണ്ടർ 65 years. ബെനിഫിഷ്യറി ഷുഡ് നോട്ട് ബി എ റെസിപ്പിയൻറ്റ് ഓഫ് എനി അതർ പെൻഷൻ സ്കീംസ് ഓഫ് ദ ഗവൺമെൻറ്. ഓക്കെ, ഇവിടെ ഓർമ്മിക്കുക, സ്നേഹസ്പർശം എന്ന് പറയുന്നത് അവിവാഹിതരായിട്ടുള്ള അമ്മമാർക്ക് ഉള്ള പദ്ധതിയാണെന്ന് ഓർമ്മിക്കുക. നെക്സ്റ്റ്, സ്നേഹപൂർവ്വം. എന്താണ് ഒബ്ജക്റ്റീവ്സ് എന്ന് നോക്കി? ടു ഐഡൻറ്റിഫൈ ദ ഓർഫൻഡ് ചിൽഡ്രൻ ഇൻ ദ കമ്മ്യൂണിറ്റി. സമൂഹത്തിലുള്ള അനാഥരായ കുട്ടികളെ ഐഡൻറ്റിഫൈ ചെയ്യുക. ടു അസസ് ആൻഡ് പ്രയോറിറ്റൈസ് ചിൽഡ്രൻ ഇൻ ദ ഗ്രേറ്റസ്റ്റ് നീഡ്. അത്രയും അടിയന്തരമായിട്ട് ആ ഘട്ടങ്ങളിലുള്ള കുട്ടികളെ ഐഡൻറ്റിഫൈ ചെയ്യുക. ടു പ്രൊവൈഡ് സോഷ്യൽ പ്രൊട്ടക്ഷൻ ടു ഹൈലി വൾണറബിൾ ഗ്രൂപ്പ്സ് ഓഫ് ഓർഫൻസ് ബൈ സ്ട്രെങ്തനിങ് ട്രഡീഷണൽ ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി സിസ്റ്റംസ് ഫോർ പ്രൊട്ടക്റ്റിംഗ് ആൻഡ് അബ്സോർബിംഗ് ഓർഫൻസ്. അപ്പം കുടുംബങ്ങളിലേക്ക് അവരെ അബ്സോർബ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ നോക്കുക. ടു ഇംപ്രൂവ് ദ ബേസിക് എഡ്യൂക്കേഷൻ, സോഷ്യൽ ഇൻറ്റഗ്രേഷൻ ആൻഡ് ന്യൂട്രീഷൻ ഓഫ് ദ മോസ്റ്റ് vulnerable groups of orphans towards the level of other children in the community. അപ്പോൾ അതായത് മാതാപിതാക്കളും ഒന്നുമില്ലാത്ത ഇവർക്കാണെങ്കിൽ പ്രത്യേകിച്ചും ഫുഡിന് മാൽന്യൂട്രീഷൻ ഉണ്ടായിരിക്കും, ഫുഡിനും കാര്യങ്ങൾക്കൊന്നും എന്താണ് ഒരു നിവൃത്തി ഉണ്ടായിരിക്കില്ല. അങ്ങനെയുള്ളവർക്ക് മറ്റ് കുട്ടികളുടെ നിലവാരത്തിനോടൊപ്പം ന്യൂട്രീഷൻ എത്തിക്കുക എന്നുള്ളതൊരു ലക്ഷ്യമാണ്. ടു എൻകറേജ് ഫാമിലീസ് ടു ലീവ് വിത്ത് ദെയർ ചിൽഡ്രൻ വിത്തിൻ ദ ഫാമിലി ടു സെറ്റപ്പ് റാദർ ദാൻ സെൻഡിങ് ദം ടു ഓർഫണേജസ്. ഓക്കെ, ഇപ്പോൾ മാതാപിതാക്കൾ മരിച്ചു പോയാലും ആ കുടുംബത്തിനോട് ചേർത്ത് നിർത്തി ആ കുട്ടികളെ വളർത്തുക എന്നുള്ളത് ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. ടു എക്സ്റ്റെൻഡ് എ ഹെൽപ്പിംഗ് ഹാൻഡ് ടു ദീസ് ഓർഫൻസ് ഫാമിലീസ് ബൈ വേ ഓഫ് പ്രൊവൈഡിങ് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ടു എഡ്യൂക്കേറ്റ് ചിൽഡ്രൻ. നെക്സ്റ്റ്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ്? ചിൽഡ്രൻ ഹു ഹാവ് ലോസ് ഈതർ ഫാദർ ഓർ മദർ ഓർ ബോത്ത്. അപ്പോൾ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ രണ്ടുപേരും നഷ്ടപ്പെട്ട കുട്ടികൾ. സ്റ്റുഡൻസ് ഫ്രം ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ടു ഡിഗ്രി ക്ലാസ്സസ്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, അതുപോലെ BPL കാറ്റഗറിയിലുള്ള കുട്ടികൾ. ഫോർ ചിൽഡ്രൻ ബിലോങ്ങിങ് ടു APL കാറ്റഗറി, ആനുവൽ ഇൻകം ഷുഡ് ബി ബിലോ 20,000 രൂപ. ഇൻ റൂറൽ ഏരിയാസ് ആണെങ്കിൽ, അങ്ങനെ ഏർബൻ ഏരിയസ് ആണെങ്കിൽ 22,375 രൂപ അതിൽ കുറവായിരിക്കണം. എമൗണ്ട് ഡീറ്റെയിൽസ് നോക്കിക്കേ. ചിൽഡ്രൻ ബിലോ 5 വയസ്സ് അല്ലെങ്കിൽ 5ാം ക്ലാസ് വരെയുള്ളവർക്ക് പെർ മന്ത് 300 രൂപ. 6ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ 500 രൂപ. 11ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെ പെർ മന്ത് 750 രൂപ. ഡിഗ്രി കോഴ്സസ്, പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്നവർക്ക് 1000 രൂപ പെർ മന്ത് കൊടുക്കും. നെക്സ്റ്റ്, കാരുണ്യ ഡിപ്പോസിറ്റ്. ദിസ് സ്കീം ഈസ് ഇൻറ്റൻഡ് ടു റൈസ് റിസോഴ്സ് ഫോർ ദ മെഡിക്കൽ ആൻഡ് എഡ്യൂക്കേഷണൽ സപ്പോർട്ട് ഓഫ് ഫിസിക്കലി ഓർ മെൻ്റലി ചാലഞ്ച്ഡ് ചിൽഡ്രൻ അറ്റൻഡിങ് സ്പെഷ്യൽ സ്കൂൾസ് ഓർ ഹു ആർ ഇൻമേറ്റ്സ് ഓഫ് ഓർഫനേജസ്, institutions, etc. The objective is to attract depositors who are willing to deposit an amount of at least 1 lakh of or its multiples as CSR, Corporate Social Responsibility Fund ആയിട്ട് 1 ലക്ഷം രൂപ വില്ലിങ്ങായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ വില്ലിങ്ങായിട്ടുള്ളവരെ കണ്ടെത്തുക എന്നുള്ളതാണ്. ആർക്ക് വേണ്ടിയിട്ടാണ്? മെഡിക്കൽ ആൻഡ് എഡ്യൂക്കേഷൻ സപ്പോർട്ട് കൊടുക്കാനായിട്ട്, മെൻ്റലി ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ചലഞ്ച്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട്, സ്പെഷ്യൽ സ്കൂൾസിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ദ ഡെപ്പോസിറ്റർ വുഡ് ഹാവ് ദ ഓപ്ഷൻ ടു സെലക്ട് ദ ചൈൽഡ്. വേണമെങ്കിൽ അദ്ദേഹത്തിന് കുട്ടിയെ സെലക്ട് ചെയ്യാം, ഇന്ന കുട്ടിക്ക് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് എന്ന് പറയാം. ഓക്കെ, ഓർഫണേജ് ഓർ സ്പെഷ്യൽ സ്കൂൾ ഏരിയ എക്സെട്ര, ഓർ ടു ലീവ് ദ ഫർദർ സെലക്ഷൻ ഓഫ് ദ ബെനിഫിഷ്യറി ടു ദ ഹെഡ് ഓഫ് ദ ഓർഫണേജ് ഓർ സ്പെഷ്യൽ സ്കൂൾ ഓർ ദ മിഷൻ. മിഷന് ഇപ്പം കാശ് അടയ്ക്കുമ്പോൾ മിഷനോട് പറയാം ഇന്ന പർട്ടിക്കുലർ സ്കൂളിലുള്ള അല്ലെങ്കിൽ ഇന്ന പർട്ടിക്കുലർ ഏരിയയിലുള്ള അല്ലെങ്കിൽ ഇന്ന പർട്ടിക്കുലർ കുട്ടിക്ക് വേണ്ടിയിട്ടാണ്, അങ്ങനെയൊക്കെ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ അത് വെറുതെ അടയ്ക്കാം, ഒരു നോമിനേറ്റ് ചെയ്യാതെ തന്നെ വെറുതെ അടയ്ക്കുകയും ചെയ്യാം. നെക്സ്റ്റ്, PYQs നോക്കാം. ഇപ്പോൾ PYQs നോക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, നേരത്തെ പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിക്കുക. പദ്ധതികൾ പഠിക്കുമ്പോൾ
പേരുള്ള പദ്ധതികൾ, ഇപ്പോൾ സമന്വയ, സാകല്യം, നിരാമയ, ഇങ്ങനെ പേരുള്ള പദ്ധതികൾ പഠിക്കുക. രണ്ടാമത് PYQ ചോദിച്ചിട്ടുള്ള പദ്ധതികളെ പറ്റി വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കുക. കാരണം സെയിം പദ്ധതികൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാം. ഇനി നമുക്ക് നോക്കേണ്ടത് പല പദ്ധതികൾക്കും ഒരേ ലക്ഷ്യങ്ങൾ കാണും. അപ്പോൾ മൈനറായിട്ട് ചെറിയ ചെറിയ വേരിയേഷൻ ഉണ്ടാവും, അത് ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് പ്രത്യാശ സ്കീം ഓഫ് സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ഇൻ കേരള. നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. പ്രത്യാശ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നമുക്ക് പ്രത്യാശ ഹോംസ് ഉണ്ട്, നമുക്ക് മെൻ്റലി ചലഞ്ചഡ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് താമസിക്കാനും പ്രതീക്ഷ ഹോംസ് മെൻ്റലി ചലഞ്ചഡ് ആയിട്ടുള്ള പുരുഷന്മാർക്ക് താമസിക്കാനും ഒരിടത്ത് തവനൂരുണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ പ്രത്യാശ സ്കീം പലയിടത്ത് വരും, അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിക്കണം എന്നപ്പോൾ പറഞ്ഞിരുന്നു. അപ്പോൾ പ്രത്യാശ സ്കീം ഫോർ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ നടപ്പിലാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പൂവർ ആയിട്ടുള്ള പേരൻസിൻ്റെ മക്കളെ കല്യാണം കഴിച്ച് അയക്കാൻ. നമ്മൾ പറഞ്ഞു 60,000 രൂപ വാർഷിക ഇൻകത്തിൽ താഴെ ആയിരിക്കണം, 22 വയസ്സിന് മുകളിലായിരിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ദ പ്രത്യാശ സ്കീം ഈസ് ടു ഹെൽപ്പ് economically poor parents in getting their daughters married. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണല്ലോ. നെക്സ്റ്റ്, ദ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫോർ ബെനിഫിഷ്യറീസ് ഓഫ് ദ പ്രത്യാശ സ്കീം ഷുഡ് ബി അബോവ് 18 years. അല്ലോ, 22 വയസ്സിന് മുകളിലല്ലേ? അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇത് എലിമിനേറ്റ് ചെയ്യാം, ഇത് എലിമിനേറ്റ് ചെയ്യാം, ഇത് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് ആൻസറിൽ എത്താം. ദ ആനുവൽ ഫാമിലി ഇൻകം ഓഫ് ദ ആപ്ലിക്കൻറ്റ് ഷുഡ് ബി ബിലോ 60,000. അപ്പം ഈ ഒരു ക്രൈറ്റീരിയ കൂടെ ഒന്ന് നോക്കാം. നമുക്ക് ഈ 18 വയസ്സ് കാത്തിരിക്കില്ലല്ലോ. ഗവൺമെൻറ് ഒരു സ്കീം വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടൊരു സ്കീം രൂപീകരിക്കുമ്പോൾ ജസ്റ്റ് +2 കഴിയുകയല്ലേ ഉള്ളൂ. അപ്പോൾ മിനിമം നമുക്കൊരു ഗവൺമെൻറ്റിൻ്റെ ഒരു നോബിൾ എയിം ഉണ്ട്. അതായത് കല്യാണം കഴിക്കുന്ന കുട്ടിക്കൊരു മിനിമം ഒരു ഗ്രാജുവേഷൻ വേണം എന്നൊരു ജസ്റ്റ് ഒരു ഐഡിയ സ്കീം പഠിക്കുമ്പോൾ മനസ്സിലുണ്ടെങ്കിൽ 22 വയസ്സ് എന്നുള്ളത് കിട്ടും. ഈവൻ നിങ്ങൾക്ക് ഈ 60,000 രൂപ എന്നുള്ളത് കിട്ടിയില്ലെങ്കിൽ പോലും. അല്ലെങ്കിൽ നമുക്ക് അവിടെ ഇരുന്ന് വേണമെങ്കിൽ എലിമിനേറ്റ് ചെയ്യാം. ഈ 18 വയസ്സ് എന്നുള്ളത് നമുക്കൊന്ന് എലിമിനേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇത് കിട്ടും. നെക്സ്റ്റ് കണ്ടോ, സെയിം ക്വസ്റ്റ്യൻ വേറൊരു രൂപത്തിൽ വേറൊരു ഡിഗ്രി എക്സാമിന് റിപ്പീറ്റ് ചെയ്തതാണ്. Which of the following statement is correct about Pratyasha scheme of social security mission in Kerala? The Pratyasha scheme is to help economically poor parents getting their daughters married. Okay, ശരിയാണ്. The eligibility criteria for beneficiaries of the Pratyasha scheme should be above 22 years. Okay, ശരിയാണ്. The annual family income of the applicant should be below 75,000. അല്ലല്ലോ, 60,000 അല്ലേ? അപ്പോൾ ഇവിടെ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഒരേ ക്വസ്റ്റ്യൻ എടുത്തിട്ടാണ് ഇത് ഫ്രെയിം ചെയ്തതെന്ന് വ്യക്തമാണ്. ഒരേ ആളായിരിക്കണം അത് ഫ്രെയിം ചെയ്തത്. കാരണം ഒരേപോലെയാണ് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഒരു സ്ട്രക്ചർ. ഓക്കെ, ജസ്റ്റ് ഇവിടെ വയസ്സ് മാറ്റി, ഇവിടെ ഇത് മാറ്റി, അത്രയേ ഉള്ളൂ. ഇവിടെ നമുക്ക് 1 and 2 ആണ് ശരി എന്നുള്ളത് എത്താം. ഓക്കെ, നെക്സ്റ്റ്, എ പ്രോജക്റ്റ് ഓഫറിങ് ഫ്രീ ട്രീറ്റ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ. ഇത് ഹെൽത്ത് സെക്ടറിലുള്ള സ്കീമുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ ലൈഫ് സയൻസിൻ്റെ കീഴിൽ പഠിക്കുന്നതാണ്. ജസ്റ്റ് സ്കീം ആയതുകൊണ്ട് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതേ ഉള്ളൂ. എ പ്രോജക്റ്റ് ഓഫറിങ് ഫ്രീ ട്രീറ്റ്മെൻറ്റ് ഫോർ ഓൾ ചിൽഡ്രൻ ബിലോ 18 years of age ഇൻ കേരള ഇറസ്പെക്റ്റീവ് ഓഫ് ദിയർ ഇൻകം സ്റ്റേറ്റസ് ആണ് ആരോഗ്യകിരണം പദ്ധതി. ഓക്കെ, ഓർമ്മിക്കുക. ദെൻ Directorate of Social Justice is the state government machinery which acts as the implementing organization of all social justice initiative for the appropriate beneficiaries. Okay, വെറുതെ സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുകയാണ്. ഫൈൻഡ് ദ കറക്റ്റ് പെയേഴ്സ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ഇനിഷ്യേറ്റീവ്സ് ആൻഡ് ദ ബെനിഫിഷ്യറീസ് പ്രൊമോട്ടഡ് ബൈ ദ ഡയറക്ടറേറ്റ് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്. ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചില്ലെങ്കിൽ പോലും ഇത്രയും നമുക്ക് സമയം ലാഭിക്കും. ഇത് മാത്രം വായിച്ചാൽ മതി. നിരാമയ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം കറക്റ്റായിട്ടാണോ മാച്ച് ചെയ്തിരിക്കുന്നത്? ശരിയാണ്. ഡിഫറൻ്റ്ലി ഏബിളിന് വേണ്ടിയുള്ള സ്കീമാണ്. സമന്വയ സോഷ്യൽ ഡിഫൻസിന് വേണ്ടിയിട്ടാണോ സമന്വയ? നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. ട്രാൻസ്ജെൻഡേഴ്സിന് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ആണ്, തുടർ വിദ്യാഭ്യാസം നൽകാനുള്ള പദ്ധതിയാണ് സമന്വയ. അഭയകിരണം വിമൺ ഡെസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടിയുള്ള പദ്ധതിയാണ്. സായം പ്രഭ ഹോം സീനിയർ സിറ്റിസണിന് പകലിൽ നമ്മൾ താമസിപ്പിക്കാനൊക്കെയുള്ള ഒരു ഹോമാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എലിമിനേറ്റ് ചെയ്യാം? സമന്വയം എലിമിനേറ്റ് ചെയ്ത് തന്നെ ആൻസറിലേക്ക് എത്താം. ഓക്കെ, നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യൻ ആണ്. ദ ഫോളോയിങ് ഇസ് ലിസ്റ്റ് 31 ആണ്. ഫോളോയിങ് ഇസ് ദ ലിസ്റ്റ് ഓഫ് പ്രോഗ്രാംസ് ഇംപ്ലിമെൻറ്റ് ബൈ ദ സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കേരള. ഫൈൻഡ് ഔട്ട് ദ പ്രോഗ്രാം വിച്ച് ഈസ് നോട്ട് റിലേറ്റഡ് ടു ദ ട്രാൻസ്ജെൻഡർ. ഈവൻ നമ്മളിത് പഠിച്ചില്ലെങ്കിൽ പോലും സായം പ്രഭ എന്ന് പറയുന്ന പേര് കൊണ്ട് നമുക്കിത് വയസ്സായവരെ വൃദ്ധരെ താമസിപ്പിക്കാനുള്ള ഒരു ഹോം ആയിരിക്കണം എന്നൊന്ന് ഊഹിക്കാൻ പറ്റിയാൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇനി ഓരോന്നോട്ട് നോക്കിയാലോ. സാകല്യം എന്താണ്? നമ്മൾ പറഞ്ഞു സാകല്യം വൊക്കേഷണൽ ട്രെയിനിങ്ങിന് വേണ്ടിയുള്ള ഒരു ഫോർ എംപ്ലോയ്മെൻറ്റ്, അതിന് വേണ്ടിയുള്ള പദ്ധതിയാണ്. സഫലമോ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ഡിഗ്രി ഓർ ഡിപ്ലോമ, അതായത് ടെക്നിക്കൽ പ്രൊഫഷണൽ കോഴ്സസിലേക്ക് ട്രാൻസ്ജെൻഡേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സഫലം. അവരുടെ ആഗ്രഹം ഒരു പ്രൊഫഷണൽ ആകാനുള്ള ഒരു ആഗ്രഹം സഫലീകരിക്കാനുള്ള പദ്ധതിയാണ്. സാകല്യം എന്താണ്? വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കാനുള്ള പദ്ധതിയാണ്. വർണ്ണം
വർണ്ണം എന്താണ്? ഡിസ്റ്റൻ്റ് ആയിട്ട് എഡ്യൂക്കേഷൻ. കോളേജിൽ റെഗുലർ കോഴ്സിന് എൻറോൾ ചെയ്യാൻ പറ്റാത്തവർക്ക് ഡിസ്റ്റൻ്റ് ആയിട്ട് കോഴ്സ് ചെയ്യാൻ ഉള്ള ഒരു പദ്ധതിയാണ് വർണ്ണം. അവരുടെ സ്വപ്നങ്ങൾക്ക് ആ ഒരു വർണ്ണം നൽകാനുള്ള പദ്ധതിയാണ് എന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് ഓർമ്മിക്കാം. നെക്സ്റ്റ് വീണ്ടും നിങ്ങൾക്ക് ലൈഫ് സയൻസുമായിട്ട് ബന്ധപ്പെട്ട അതിന് കീഴിൽ വരുന്നൊരു പദ്ധതിയാണ്. ദ മിഷൻ എയിം ടു ട്രാൻസ്ഫോം പബ്ലിക് ഹെൽത്ത് സെക്ടർ ഇൻ കേരള ഈസ് ആർദ്രം. ഓക്കെ, അത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. അപ്പോൾ ഇതിൽ ഒരു കാര്യം മനസ്സിലായി, ഹെൽത്ത് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സ്കീം ചോദിച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റിയായിട്ട് ബന്ധപ്പെട്ട സ്കീംസ് അങ്ങനെ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടില്ല, ഓൾട്ടർനേറ്റീവായിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെ ആയാലും ഇത് പഠിക്കുമ്പോൾ ഇതിനോടനുബന്ധിച്ച് നിങ്ങളുടെ മെയിൻസിൻ്റെ ലൈഫ് സയൻസിന് കീഴിലുള്ള ഹെൽത്ത് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട സ്കീംസ് പഠിക്കുകയാണെങ്കിൽ കൺഫ്യൂഷൻ വരാതെ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് പഠിക്കാം. അപ്പോൾ ഇത്രയാണ് വിമൺ, ട്രാൻസ്ജെൻഡർ, ഓൾഡ് ഏജ് പോപ്പുലേഷൻ, ചിൽഡ്രൻ, സോഷ്യൽ ഡിഫൻസ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള സ്കീംസും സോഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയുള്ള സ്കീംസും എല്ലാം ഇതാണ്. വ്യക്തമായിട്ട് റിപ്പീറ്റ് ചെയ്യുക, റിവൈസ് ചെയ്യുക, എന്തെങ്കിലും കോഡൊക്കെ ഉണ്ടാക്കി കണക്ട് ചെയ്ത് പഠിക്കുക. വർണ്ണം എന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്ജെൻഡറുമായിട്ടുള്ള സ്കീമാണെന്ന് പെട്ടെന്ന് ഓർമ്മിക്കുക. കാരണം അവർ യൂസ് ചെയ്യുന്ന അവരുടെ ഒരു ഫ്ലാഗ്, അവരുടെ ഇപ്പം നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടായിരിക്കും, അവരുടെ പ്രൊസഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്ന ഫ്ലാഗ് പല പല വർണ്ണങ്ങളിലുള്ളതാണ് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് കണക്ട് ചെയ്യാം. എങ്ങനെയാണ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആ രീതിയിൽ കണക്ട് ചെയ്തോളൂ. എന്തെങ്കിലും ഹെൽത്ത് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടോ സോഷ്യൽ സെക്യൂരിറ്റിയായിട്ട് ബന്ധപ്പെട്ടോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉറപ്പായിരിക്കും. PYQs നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പോകുക. അപ്പോൾ താങ്ക് യു.